എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓണ പെൻഷൻ നമുക്ക് വരാനിരിക്കുകയാണ്. ഓണ റേഷൻ വിതരണം ആരംഭിച്ചു. ഓണം സബ്സിഡി ഇതര സാധനങ്ങളും അതുപോലെ തന്നെ ഓണക്കിറ്റിൻ്റെയും സ്പെഷ്യൽ അരിയുടെയും വിതരണം 8-ാം തീയതിയും 10-ാം തീയതി മുതലും ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പെൻഷൻ കാത്തിരിക്കുന്ന ആളുകളും ഓണം ആയതുകൊണ്ട് തന്നെ റേഷൻ കടയിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഓണം ഫെയറുകളുടെ പ്രവർത്തനം 8-ാം തീയതി മുതൽ ആരംഭിക്കും. സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും ജില്ലാ കേന്ദ്രങ്ങളിലൂടെയും താലൂക്ക് അടിസ്ഥാനത്തിലുമെല്ലാം ഓണം ഫെയറുകൾ ഉണ്ടാകും. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലൂടെ ഫെയറുകൾ പ്രവർത്തിക്കും. പ്രത്യേകം കിറ്റുകൾ ഫെയറിലൂടെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. 299 രൂപയുടെ 9 ഇനം കിറ്റും 15 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള 1000 രൂപയുടെ കിറ്റ്, 20 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള 1500 രൂപയുടെ കിറ്റ്, 30 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള 2000 രൂപയുടെ കിറ്റ്, ഇത്തരം കിറ്റുകളും മറ്റ് സബ്സിഡി ഇതര സാധനങ്ങളും സപ്ലൈകോയിൽ നിന്നും ഈ ഫെയറുകളിൽ നിന്നും വാങ്ങാൻ കഴിയുന്നതാണ്. പ്രത്യേക സമ്മാന പദ്ധതിയും സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട്. 1-ാം സമ്മാനം മോട്ടോർ സൈക്കിൾ, 2-ാം സമ്മാനം 2 പേർക്ക് സ്വർണ്ണ നാണയം, 3-ാം സമ്മാനം വാഷിംഗ് മെഷീൻ, ജില്ലാ തലങ്ങളിൽ സ്മാർട്ട് ഫോൺ, ഇങ്ങനെ സമ്മാന പദ്ധതിയും സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട്. ഇത് കൂടാതെയാണ് റേഷൻ കട വഴിയുള്ള വിതരണം. റേഷൻ കടകളിലൂടെ റേഷൻ സാധനങ്ങൾ എന്തെല്ലാം എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. 3-ാം തീയതി മുതലാണ് റേഷൻ വിതരണം ആരംഭിച്ചത്. സാധാരണ രീതിയിലുള്ള റേഷൻ വിതരണം മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും 3 പാക്കറ്റ് ആട്ടയും ലഭിക്കും. 10-ാം തീയതി മുതൽ ഒരു സൗജന്യ ഭക്ഷ്യ കിറ്റ് 16 ഇനങ്ങൾ തുണിസഞ്ചി അടക്കം 16 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യ കിറ്റും മഞ്ഞ റേഷൻ കാർഡിനുണ്ട്. പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും മാത്രമാണുള്ളത്. അത് മുമ്പും ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെയാണുള്ളത്. മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറച്ച് പകരം 4 പാക്കറ്റ് ആട്ട നൽകും. കാർഡിൽ 4 അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക, ഗോതമ്പ് ലഭിക്കില്ല. നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. സ്പെഷ്യൽ അരി 3 കിലോ 10 രൂപ 90 പൈസ നിരക്കിലും, 2 കിലോ ഗോതമ്പ് 8 രൂപ 70 പൈസ നിരക്കിലും, 4 ആട്ട 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. വെള്ള റേഷൻ കാർഡിൽ 7 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും, 2 കിലോ ഗോതമ്പ് 8 രൂപ 70 പൈസ നിരക്കിലും, 4 ആട്ട 17 രൂപക്കും ലഭിക്കുന്നതാണ്. നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 10-ാം തീയതി മുതൽ 26 രൂപ നിരക്കിൽ 10 കിലോ സ്പെഷ്യൽ അരി കൂടി അധികമായിട്ട് റേഷൻ കടകളിൽ നിന്നും വാങ്ങാവുന്നതാണ്. ഇത്രയും വിഹിതങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ വിഹിതങ്ങളെല്ലാം വാങ്ങാം. ഇത് കൂടാതെയാണ് ഇനി നമുക്ക് വരാൻ പോകുന്ന പെൻഷൻ, ഓണ പെൻഷന്റെ വിതരണം 15-ാം തീയതിയോട് കൂടി വിതരണം ഉണ്ടായേക്കും എന്നുള്ളതാണ് വിവരം. സർക്കാരിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. 2 മാസത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും സർക്കാരിന്റെ അറിയിപ്പൊന്നും അത് സംബന്ധിച്ച് വന്നിട്ടില്ല. നേരത്തെ എന്തായാലും പെൻഷൻ ലഭിക്കും എന്നുള്ളതാണ്. തിരുവോണം നടക്കുന്ന 26-ന് മുമ്പ് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ 2 മാസത്തെ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. 1 മാസത്തെ ആണെങ്കിലും നേരത്തെ പെൻഷൻ ലഭിക്കും. 2000 ആണ് എങ്കിലും 4000 ആണ് എങ്കിലും 15-ാം തീയതിയോട് കൂടിയിട്ട് വിതരണം ആരംഭിച്ച് 26ഓട് കൂടിയിട്ട് വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിലായിരിക്കും വിതരണം ഉണ്ടാകുക. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. മസ്റ്ററിംഗ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ചെയ്യാത്ത ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അക്ഷയയിൽ എത്താൻ കഴിയാത്ത ആളുകൾ, വീടുകളിലുള്ള ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ട് വീടുകളിൽ ജീവനക്കാരെ എത്തിച്ച് മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കണം. എന്നാൽ മാത്രമേ ഭാവിയിൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ. വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ട് തന്നെ പെൻഷൻ മുടങ്ങിയ നിരവധി പേരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്കും ബൈ.